അടുക്കം ഇടവകയിലെ പുതനപ്പുറക്കുന്ന് ഡൊമിനിക് മാത്യു എന്നയാളുടെ കൃഷിയിടമാണ് ഞാനിന്നിവിടെ ചിത്രീകരിക്കുന്നത്. നിരവധി ഫലവർഗ്ഗങ്ങളാലും കിഴങ്ങുവർഗ്ഗങ്ങളാലും പച്ചക്കറികളാലും നിറഞ്ഞതാണ് ഈ കൃഷിത്തോട്ടം. നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇവിടെ റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പ്ലാവ്, മാവ്, പേര, പപ്പായ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക, ചീനിക്കിഴങ്ങ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും ഇഞ്ചി, മഞ്ഞൾ, കൂവ, വാനില, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുമുണ്ട്. വാനിലയും കുരുമുളകും മുരിക്കലും കൊന്നയിലും ആയിട്ടാണ് കയറ്റിവിട്ടിരിക്കുന്നത്. വളർന്നു വരുന്ന മരങ്ങൾക്കിടയിൽ ഇടവിള കൃഷിയായിട്ടാണ് ഇവിടെയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വാഴത്തോട്ടം തന്നെയുണ്ട് ഇവിടെ. കൂടാതെ ഗ്രാമ്പൂ, ജാതി തുടങ്ങിയവയും നട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മീൻകുളമാണിത്. 2 താഴ്ചയുണ്ട് ഈ കുളത്തിന്. ഇവിടെ ഞങ്ങൾ അമാവാസ മത്സ്യമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ പടർന്നു കിടക്കുന്ന പാഷൻ ഫ്രൂട്ടാണ്. ഞങ്ങളുടെ മറ്റ് 3 കുളങ്ങളാണ് അവിടെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യത്തേതിൽ സിലോപ്പിയയും, രണ്ടാമത്തേതിൽ ഞണ്ടറും, മൂന്നാമത്തേതിൽ അമാവാസ മത്സ്യമാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് തീറ്റയും മീൻ തീറ്റയും ചേമ്പിലയുമാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ഓക്സിജന് വേണ്ടി ഞങ്ങൾ മോട്ടറും വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ 7ഓളം പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു പെട്ടികൾ പറമ്പിന്റെ അപ്പുറത്തെ വശത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ പച്ചക്കറി കൃഷിയിലേക്ക് പോകാം. വീടിന്റെ പരിസരത്തുള്ളതിനേക്കാൾ പച്ചക്കറി കൃഷി ഞങ്ങൾ നടത്തിയിട്ടുള്ള പറമ്പിലാണ്. ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് കുറ്റിപ്പയറാണ്. മറ്റ് പല പച്ചക്കറികളും വീടിന്റെ പരിസരത്ത് ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തക്കാളി, ചീര, മുളക് തുടങ്ങിയവയും ഈ പരിസരത്തുണ്ട്. അടുത്തതായി ഞങ്ങളുടെ കൂൺ കൃഷിയിലേക്ക് പോകാം. ഇവിടെ 90ഓളം കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഇരുട്ടുമുറിയിലാണ് ഇവയെല്ലാം വെച്ചിരിക്കുന്നത്. അടുത്ത് ഞങ്ങളുടെ കോഴിക്കൂടിലേക്ക് പോകാം. ഇവിടെ 21ഓളം കോഴികളുണ്ട്. ഇത്രയും സമയം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് സഹകരിച്ചതിന് നന്ദി.